കൂട്ടുകാരെ, എല്ലാവർക്കും നിസാന വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിസാന. ഇന്ന് ഞാൻ മാത്സ് വർക്ക്ഷീറ്റ്സ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇടുന്നത്. അപ്പോൾ മാത്സ് ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയി. എല്ലാവർക്കും ആദ്യം തന്നെ സോറി പറയുന്നു. നമുക്ക് ഒട്ടും വൈകിക്കേണ്ട വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓരോന്നും കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? അതെ, 101 കിട്ടി. എത്ര 101കളുണ്ട്? 100 101കളുണ്ട്. അതായത് 100 × 101. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കും? 100 × 101 ഡിവൈഡഡ് ബൈ 2. 100 2 പ്രാവശ്യം വരുന്നോണ്ടാണ് നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്താ ആൻസർ കിട്ടുന്നത്? 5050. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക ബീജഗണിത രൂപത്തിൽ പറഞ്ഞാൽ n × n+1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അടുത്ത നമുക്ക് ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കാം. ഫൈൻഡ് സം ഓഫ് ദി കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഫ്രം 1 to 100. 1 to 100 വരെയുള്ള സം കണ്ടുപിടിക്കാൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഓരോന്നും കൂട്ടിയപ്പോൾ 101 കിട്ടി. അപ്പൊ ഇതിൽ എത്ര 101കളുണ്ട്? 100 101കളുണ്ട്. ദാറ്റ് ഈസ് 100 × 101. അപ്പോ 1 to 100ന്റെ സം എങ്ങനെയായിരിക്കും? 100 × 101 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്താണ് ആൻസർ? 5050. In algebraic form, the sum of n consecutive numbers is equal to n × n+1 divided by 2. ഇനി അടുത്തൊരു കോളമാണ് സമ്മ് ഡിഫറൻസ് നമ്പേഴ്സ്. തുക, വ്യത്യാസം, സംഖ്യകൾ. ഇപ്പൊ 2 നമ്പേഴ്സിന്റെ തുക 12 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിഫറൻസ്, വ്യത്യാസം 2 ആണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? അതെ, 7ഉം 5ഉം ആയിരിക്കും. ഇനി ഇവിടെ തുക, 2 നമ്പേഴ്സിന്റെ തുക 15 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസം 3 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സംഖ്യകൾ ഏതായിരിക്കും? 9ഉം 6ഉം. ഇനി 2 നമ്പേഴ്സിന്റെ തുക 20 ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വ്യത്യാസം 6 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് സംഖ്യകൾ? അതെ, 13ഉം 7ഉം. അതിന് 2 നമ്പേഴ്സിന്റെ തുക 14 ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വ്യത്യാസം 3 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് സംഖ്യകൾ? അതെ, 8.5ഉം 5.5ഉം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഈസി മെത്തേഡ് സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഇതാണ് സമ്മ് ഡിഫറൻസ് നമ്പേഴ്സ്. ലാർജ് നമ്പർ ഇസ് ഈക്വൽ ടു സം പ്ലസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2. തുക, വ്യത്യാസം, സംഖ്യകൾ. വലിയ സംഖ്യ സമം തുക അധികം വ്യത്യാസം ഗുണിക്കണം 2. അപ്പൊ ആദ്യത്തെ എന്താണ്? 12 + 2 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 7. അപ്പൊ ഇവിടുത്തെ വലിയ നമ്പർ ആണ് 7. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ ചെറിയ നമ്പർ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 7 - 2 ചെയ്യണം. അപ്പൊ നമുക്ക് 5 ചെറിയ നമ്പർ ആയിട്ട് കിട്ടും. അപ്പൊ ബാക്കിയുള്ളതാണെങ്കിലും അങ്ങനെ ചെയ്യാം. 15 + 3 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 9. അപ്പൊ ഇവിടെ 9 ആണ് വലിയ നമ്പർ. ചെറിയ നമ്പർ കണ്ടുപിടിക്കണമെങ്കിലോ 9 - 3. അപ്പൊ നമുക്ക് 6 കിട്ടും. അപ്പോൾ 20 + 6 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 13. 13ന്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 13 - 6 ഇസ് ഈക്വൽ ടു 7. അപ്പൊ നമുക്ക് ചെറിയ നമ്പർ കിട്ടി. ഇനി ലാസ്റ്റത്തെ
അപ്പോൾ 14-നും അവിടെ അങ്ങനെ തന്നെയാണ്. 14 + 3 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 8.5. അപ്പോൾ 8.5-ന്റെ ഇവിടെ 8.5 ആണ് വലിയ സംഖ്യ. അപ്പോൾ ചെറിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 8.5 മൈനസ് ഡിഫറൻസ് കുറയ്ക്കുക. 8.5 മൈനസ് 3 ഇസ് ഈക്വൽ ടു 5.5. Adding sum and difference gives twice the large number. തുകയും വ്യത്യാസവും കൂട്ടിയാൽ വലിയ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടും. Using algebra, sum of numbers x and y is equal to x plus y. Difference of the numbers x and y is equal to x minus y. Adding x plus y plus x minus y is equal to x plus y minus y is equal to 2x plus 0 is equal to 2x. This is double the larger number. ബീജഗണിതം ഉപയോഗിക്കുമ്പോൾ x, y എന്നീ സംഖ്യകളുടെ തുക x plus y, x, y എന്നീ സംഖ്യകളുടെ വ്യത്യാസം x minus y. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ x plus y plus x minus y സമം x plus y minus y സമം 2x plus 0 സമം 2x. ഇത് വലിയ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും. In algebra, x plus y plus x minus y is equal to 2x for all numbers x and y with x greater than y. ഇത് ബീജഗണിത രൂപത്തിൽ പറഞ്ഞാൽ xy ഏത് സംഖ്യകൾ എടുത്താലും x greater than y ആണെങ്കിൽ x plus y plus x minus y is equal to 2x ആയിരിക്കും. നമ്മൾ ചെറിയ നമ്പർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 2 നമ്പേഴ്സിന്റെ തുക 12 ആണ്, വ്യത്യാസം 2 ആണ്. അപ്പോൾ ചെറിയ സംഖ്യ സമം തുക മൈനസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ 2. അതായത് 12 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ചെറിയ നമ്പർ 5 ആണ് കിട്ടി. അപ്പോൾ നമ്മൾ വലിയ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? അതെ, 5 plus 2 ഇസ് ഈക്വൽ ടു 7. അപ്പോൾ സംഖ്യകൾ 7-ഉം 5-ഉം. ഇനി തുക 2 നമ്പേഴ്സിന്റെ തുക 15 ആണ്, വ്യത്യാസം 3 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 15 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 6. അപ്പോൾ സംഖ്യകൾ 9-ഉം 6-ഉം. ഇനി 2 നമ്പേഴ്സിന്റെ തുക 20 ആണ്, വ്യത്യാസം 6 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 20 മൈനസ് 6 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 7. അപ്പോൾ സംഖ്യകൾ 7-ഉം 13-ഉം ആണ്. 2 നമ്പേഴ്സിന്റെ തുക 14 ആണ്, വ്യത്യാസം 3 ആണ്. അപ്പോൾ 14 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 5.5. അപ്പോൾ സംഖ്യകൾ 5.5, 8.5. ഇത് ബീജഗണിത രൂപത്തിൽ പറഞ്ഞാൽ x, y ഏത് സംഖ്യകൾ എടുത്താലും x greater than y ആണെങ്കിൽ x plus y minus x minus y സമം 2y ആയിരിക്കും. In algebra, x plus y minus x minus y is equal to 2y for all numbers x and y with x greater than y. The sum of ages of 2 brothers is 80. The elder brother is 10 years older than younger brother. Then what are the ages of both brothers? ഒരു ക്വസ്റ്റ്യൻ ആണ്. ജ്യേഷ്ഠന്റെയും അനിയന്റെയും കൂടി ആകെ വയസ്സ് 18 ആണ്. അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് ജ്യേഷ്ഠന്. എങ്കിൽ ഓരോരുത്തരുടെയും വയസ്സ് എത്ര വീതമാണ്? ആൻസർ നോക്കാം. x is equal to age of elder brother, y is equal to age of younger brother. X plus y is equal to 80, x minus y is equal to 10.
2x is equal to 28, x is equal to 14. So the age of elder brother is equal to 14. The age of younger brother is equal to y is equal to 18 minus 14 is equal to 4. So the age of younger brother is 4. X is equal to ജ്യേഷ്ഠന്റെ വയസ്സ്, y സമം അനിയന്റെ വയസ്സ്. x plus y സമം 18, x minus y സമം 10, 2x സമം 28, x സമം 14. അതുകൊണ്ട് ജ്യേഷ്ഠന്റെ വയസ്സ് 14, അനിയന്റെ വയസ്സ് y സമം 18 കുറയ്ക്കണം 14 സമം 4. അപ്പോൾ അനിയന്റെ വയസ്സ് എത്രയാണ്? 4. ചില സംഖ്യകളുടെ തുകയും വ്യത്യാസവും ചുവടെ കൊടുക്കുന്നു. സംഖ്യകൾ കണ്ടുപിടിക്കാമോ? The sum and difference of some pairs of numbers are given below. Can you find the numbers? ആൻസറിലോട്ട് പോവാം. സം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സം 12, ഡിഫറൻസ് 8. Larger number is equal to 12 plus 8 divided by 2 is equal to 20 divided by 2 is equal to 10. The smaller number is 10 minus 8 is equal to 2. So the numbers 10 and 2. തുക 12 വ്യത്യാസം 8. വലിയ സംഖ്യ 12 അധികം 8 divided by 2 is equal to 20 divided by 2 സമം 10. ചെറിയ സംഖ്യ സമം 10 കുറയ്ക്കണം 8 സമം 2. അപ്പോൾ സംഖ്യകൾ 10ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യൻ സം 140, ഡിഫറൻസ് 80. Larger number is equal to 140 plus 80 divided by 2 is equal to 110. Smaller number is equal to 110 minus 80 is equal to 30. Numbers 110 and 30. തുക 140, വ്യത്യാസം 80. വലിയ സംഖ്യ സമം 140 അധികം 80 divided by 2 is equal to 110. ചെറിയ സംഖ്യ സമം 110 കുറയ്ക്കണം 80 സമം 30. അപ്പോൾ സംഖ്യകൾ 110ഉം 30ഉം. നമ്മൾ നേരത്തെ ഒക്കെ വലിയ നമ്പേഴ്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ചെറിയ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? സം 23, ഡിഫറൻസ് 11. Smaller number is equal to 23 minus 11 divided by 2 is equal to 12 divided by 2 is equal to 6. Larger number is equal to 6 plus 11 is equal to 17. So the numbers 17, 6. തുക 23, വ്യത്യാസം 11. ചെറിയ സംഖ്യ സമം 23 കുറയ്ക്കണം 11 ഡിവൈഡഡ് ബൈ 2 സമം 12 ഡിവൈഡഡ് ബൈ 2 സമം 6. വലിയ സംഖ്യ സമം 6 കൂട്ടണം 11 സമം 17. അപ്പോൾ സംഖ്യകൾ 17ഉം 6ഉം. ഇനി അടുത്ത ചോദ്യം സം 20, ഡിഫറൻസ് 5. Smaller number is equal to 20 minus 5 divided by 2 is equal to 15 divided by 2 is equal to 7.5. Larger number 7.5 plus 5 is equal to 12.5. So the numbers 12.5, 7.5. തുക 20, വ്യത്യാസം 5. ചെറിയ സംഖ്യ സമം 20 minus 5 divided by 2 is equal to 15 divided by 2 is equal to 7.5. വലിയ സംഖ്യ സമം 7.5 കൂട്ടണം 5 സമം 12.5. അപ്പോൾ സംഖ്യകൾ 12.5, 7.5.
അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത നല്ല വർഷത്തിന്റെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.